ഈ ചൂടിൽ നിന്നും അല്പം ആശ്വാസം കിട്ടാൻ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ. കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഒരു തണ്ണിമത്തൻ കഴിച്ചതിലൂടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ തണ്ണിമത്തൻ ഒരു കില്ലറാണോ? ഒരിക്കലുമല്ല. പക്ഷെ നമ്മളത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും ആരോഗ്യപ്രദമായ ഈ ഫ്രൂട്ട് പോലും ഒരു വലിയ അപകടമായി മാറിയേക്കാം. തണ്ണിമത്തൻ കഴിക്കുമ്പോൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. മിക്കവാറും ആളുകൾ ചെയ്യുന്ന തെറ്റാണ് കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന തണ്ണിമത്തൻ കഴുകാതെ മുറിക്കുന്നത്. തണ്ണിമത്തൻ മണ്ണിൽ പറ്റി വളരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ പുറംതോടിൽ കണ്ണിൽ കാണാത്ത അഴുക്കുകൾ, ബാക്ടീരിയകൾ, വളമായി ഉപയോഗിച്ച അവശിഷ്ടങ്ങൾ, മാരകമായ കീടനാശിനികൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് കഴുകാതെ മുറിക്കുമ്പോൾ കത്തി ആദ്യം സ്പർശിക്കുന്നത് പുറത്തെ അഴുക്കിലാണ്. ആ കത്തി ഉള്ളിലെ ചുവന്ന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ അഴുക്കും ബാക്ടീരിയയും നേരിട്ട് പഴത്തിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തണ്ണിമത്തൻ മുറിക്കുന്നതിന് മുൻപ് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫ്രൂട്ട് വാഷ് ഉപയോഗിച്ചോ പുറം ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. തണ്ണിമത്തൻ മുറിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈർപ്പമുള്ളതും പ്രകൃതിദത്തവുമായ പഞ്ചസാര അടങ്ങിയതാണ്. ബാക്ടീരിയകൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണിത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പോലെ ചൂടുള്ള കാലാവസ്ഥയിൽ മുറിച്ചു വെച്ച കഷ്ണങ്ങൾ പുറത്തു വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ബാക്ടീരിയകൾ ഇരട്ടിയായി വർദ്ധിക്കും. തണ്ണിമത്തൻ മുറിച്ച ഉടൻ കഴിക്കാൻ ശ്രമിക്കുക. ബാക്കി വരുന്നത് ഉടൻ തന്നെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 6 മണിക്കൂറിൽ കൂടുതൽ പുറത്തു വെച്ച തണ്ണിമത്തൻ ഒരു കാരണവശാലും കഴിക്കരുത്. നല്ല ചുവന്ന നിറം ലഭിക്കാനും മധുരം കൂട്ടാനും തണ്ണിമത്തനിൽ മാരകമായ മായം ചേർക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരിശോധിക്കാം. ഒരു കഷ്ണം തണ്ണിമത്തൻ എടുത്ത് അതിലൊരു വെളുത്ത ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പഞ്ഞി കൊണ്ട് അമർത്തുക. ടിഷ്യൂ പേപ്പറിൽ കടും ചുവപ്പ് നിറം പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ കളർ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. സ്വാഭാവികമായ നിറം ടിഷ്യൂവിൽ അത്ര പെട്ടെന്ന് പടരില്ല. രാത്രിയിൽ തണ്ണിമത്തൻ കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറയപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ ശരീരം ഏത് സമയത്തും ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ്. എങ്കിലും തണ്ണിമത്തൻ ഒരു ഡയയൂററ്റിക് ആണ്. അതായത് ഇത് കഴിച്ചാൽ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നും. രാത്രി വൈകി കഴിക്കുന്നത് നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്താൻ കാരണമായേക്കാം. കൂടാതെ സെൻസിറ്റീവായ ദഹന പ്രക്രിയ ഉള്ളവർക്ക് രാത്രിയിൽ തണ്ണിമത്തൻ കഴിക്കുന്നത് അസിഡിറ്റിയോ ഗ്യാസോ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വൈകുന്നേരത്തിന് മുൻപ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മുംബൈയിലെ കേസിൽ ബിരിയാണിക്ക് ശേഷം തണ്ണിമത്തൻ കഴിച്ചു എന്നതാണ് ചർച്ചയായത്. എന്നാൽ ഭക്ഷണത്തിന് ശേഷം പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ മരിക്കില്ല. നമ്മുടെ വയറ്റിൽ എല്ലാ ഭക്ഷണങ്ങളും ഒരേ സമയം ദഹിക്കപ്പെടും. പക്ഷേ ഹെവി മീൽസ് കഴിച്ച ഉടനെ തണ്ണിമത്തൻ കൂടി കഴിക്കുന്നത് ദഹനക്കേടിന് കാരണമായേക്കാം. എപ്പോഴും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ 1 മണിക്കൂർ ശേഷമോ പഴങ്ങൾ കഴിക്കുന്നതാണ് ആരോഗ്യകരം. അതുപോലെ തന്നെ തണ്ണിമത്തനിൽ പൊട്ടാസ്യം വളരെ കൂടുതലാണ്. കിഡ്നികളുടെ പ്രവർത്തനം കുറഞ്ഞ ആളുകളിൽ ഈ പൊട്ടാസ്യം പുറന്തള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരീരത്തിൽ പൊട്ടാസ്യം കൂടുന്നത് ഹൃദയമിടിപ്പ് തടസ്സപ്പെടാനും മരണത്തിന് വരെയും കാരണമായേക്കാം. തണ്ണിമത്തന് ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുകൊണ്ട് പ്രമേഹമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവ് കുറച്ച് മാത്രം കഴിക്കുക. അപൂർവമായി ചിലർക്ക് തണ്ണിമത്തൻ കഴിക്കുമ്പോൾ തൊണ്ടയിൽ ചൊറിച്ചിലോ തടിപ്പോ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കണം. തണ്ണിമത്തൻ വാങ്ങുമ്പോൾ നല്ല ഭാരമുള്ളത് തിരഞ്ഞെടുക്കുക. പുറത്ത് മഞ്ഞപ്പാടുള്ളവ മണ്ണിൽ കിടന്ന് സ്വാഭാവികമായി പഴുത്തവയാണ്. മുറിക്കുന്നതിന് മുൻപ് സോപ്പ് ഉപയോഗിച്ച് പുറം ഭാഗം കഴുകുക. ഉപയോഗിക്കുന്ന കത്തിയും കൈകളും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. മുറിച്ച കഷ്ണങ്ങൾ ഒരിക്കലും തുറന്നു വെക്കരുത്. മായം കലർന്നിട്ടുണ്ടോ എന്ന് ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് വഴി പരിശോധിക്കുക. പഴകിയ മണമോ രുചിയോ തോന്നിയാൽ ആ തണ്ണിമത്തൻ ഉടൻ ഉപേക്ഷിക്കുക. മുംബൈയിൽ നടന്നതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കാതിരിക്കട്ടെ. ജാഗ്രതയുള്ള ഉപഭോക്താക്കളായി മാറുക എന്നതാണ് പ്രധാനം.